എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ CCC കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ 1042ാമത്തെ എപ്പിസോഡാണിത്. കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും ആ വിശ്വാസത്തിന്റെ ഉള്ളടക്കത്തെ നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് എന്തോ ഒരു വിസ്മയാവഹമായ കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോ പഠിക്കുന്നത് CCC 1168 ആരാധന വത്സരം. പ്രകാശ സ്രോതസ്സിൽ നിന്നെന്ന പോലെ ഉയർപ്പ് ദിനത്രയത്തിൽ തുടങ്ങുന്ന ത്തിന്റെ പുതിയ യുഗം തന്റെ പ്രഭ കൊണ്ട് ആരാധനാ വത്സരത്തെ മുഴുവനും നിറയ്ക്കുന്നു. ക്രമേണ ആരാധന ഈ സ്രോതസ്സിന്റെ ഓരോ വശത്തും ആരാധനാ വർഷത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അത് യഥാർത്ഥത്തിൽ കർത്താവിന് സ്വീകാര്യമായ വർഷം ലൂക്ക 4:19 ആണ്. രക്ഷാപദ്ധതി സമയത്തിന്റെ ചട്ടക്കൂട്ടിനുള്ളിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ യേശുവിന്റെ പെസഹായിലുള്ള അതിന്റെ പൂർത്തീകരണവും പരിശുദ്ധാത്മാവിന്റെ വർഷിക്കലും മുതൽ ചരിത്രത്തിന്റെ സമാപ്തി ഒരു മുൻ ആസ്വാദനം എന്ന പോലെ സംഭവിക്കുന്നു. ശ്രദ്ധിക്കണം, ചരിത്രത്തിന്റെ സമാപ്തി ഒരു ആസ്വാദനം പോലെ സംഭവിക്കുന്നു. ദൈവരാജ്യം നമ്മുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. 1167 വായിക്കാം. ആരാധനാ സമ്മേളനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ഞായറാഴ്ചയാണ്. അന്ന് ദൈവവചനം ശ്രവിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അങ്ങനെ കർത്താവായ യേശുവിന്റെ പീഡാസഹനം, പുനരുത്ഥാനം, മഹത്വം എന്നിവയെ അനുസ്മരിച്ചുകൊണ്ടും മൃതരിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം വഴി തങ്ങളെ സജീവമായ ഒരു പ്രത്യാശയിലേക്ക് വീണ്ടും ജനിപ്പിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും വിശ്വാസികൾ സമ്മേളിക്കുന്നു. സാക്രസാൻഡം കൺസീലിയം 1137 ഒന്നുകൂടി വായിക്കുകയാണ്. ആരാധനാ സമ്മേളനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ഞായറാഴ്ചയാണ്. അന്ന് ദൈവവചനം ശ്രവിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അങ്ങനെ കർത്താവായ യേശുവിന്റെ പീഡാസഹനം, പുനരുത്ഥാനം, മഹത്വം എന്നിവയെ അനുസ്മരിച്ചുകൊണ്ടും മൃതരിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം വഴി തങ്ങളെ സജീവമായ ഒരു പ്രത്യാശയിലേക്ക് വീണ്ടും ജനിപ്പിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ സമ്മേളിക്കുന്നു. തുടർന്ന് മറ്റൊരു വലിയ മനോഹരമായ പ്രബോധനമാണ്. ക്രിസ്തുവേ, ഈ ദിവസം അങ്ങയുടെ വിശുദ്ധമായ പുനരുത്ഥാനത്തിന്റെ ഞായറാഴ്ചയിൽ നടത്തപ്പെട്ട മഹത് കാര്യങ്ങളെയും അത്ഭുത കൃത്യങ്ങളെയും പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, ഞായറാഴ്ച അനുഗ്രഹീതമാണ്. എന്തെന്നാൽ അന്ന് സൃഷ്ടികർമ്മം, ലോകത്തിന്റെ രക്ഷ, മനുഷ്യവംശത്തിന്റെ നവീകരണം എന്നിവ ആരംഭിച്ചു. ഞായറാഴ്ച ആകാശവും ഭൂമിയും സന്തോഷിച്ചു. പ്രപഞ്ചം മുഴുവനും പ്രകാശം കൊണ്ട് പൂരിതമാകുകയും ചെയ്തു. ഞായറാഴ്ച അനുഗ്രഹീതമാണ്. എന്നാൽ ആദവും സകല വിപ്രവാസികളും ഭയം കൂടാതെ പ്രവേശിക്കുന്നതിന് വേണ്ടി അന്ന് പറുദീസായുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. കണ്ടോ? ക്രിസ്തുവേ, ഈ ദിവസം വിശുദ്ധമായ പുനരുത്ഥാനത്തിന്റെ ഞായറാഴ്ചയിൽ നടത്തപ്പെട്ട മഹത് കാര്യങ്ങളെയും അത്ഭുത കൃത്യങ്ങളെയും പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, ഞായറാഴ്ച അനുഗ്രഹീതമാണ്. എന്തെന്നാൽ അന്ന് സൃഷ്ടികർമ്മം, ലോകത്തിന്റെ രക്ഷ, മനുഷ്യവംശത്തിന്റെ നവീകരണം
ഞായറാഴ്ച ആകാശവും ഭൂമിയും സന്തോഷിച്ചു. പ്രപഞ്ചം മുഴുവനും പ്രകാശം കൊണ്ട് പൂരിതമാവുകയും. ഞായറാഴ്ച അനുഗ്രഹീതമാണ്. എന്നാൽ ആദവും സകല വിപ്രവാസ ഭയം കൂടാതെ പ്രവേശിക്കുന്നതിന് വേണ്ടി അന്ന് പറുദീസായുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. സ്നേഹമുള്ളവരെയും, ഈ ഞായറാഴ്ചയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് കുറെ വിവരിച്ചതായിരുന്നു. കർത്താവിൻ്റെ ദിവസം, ആ ഭാഗം ഒന്നുകൂടി വായിക്കുകയാണ്. കർത്താവിൻ്റെ ദിവസം, ഉത്ഥാനത്തിൻ്റെ ദിവസം, ക്രിസ്ത്യാനികളുടെ ദിവസം നമ്മുടെ ദിവസമാണ്. അത് ഞായറാഴ്ച എന്ന് വിളിക്കപ്പെടുന്നു. കാരണം ആ ദിവസം കർത്താവ് പ്രതാപവാനായി പിതാവിങ്കിലേക്ക് ആരോഹണം ചെയ്തു. വിജാതിയർ ആ ദിവസത്തെ സൂര്യന്റെ ദിവസം എന്ന് വിളിക്കുമ്പോൾ നാം സസന്തോഷം അംഗീകരിക്കുന്നു. കാരണം ഈ ദിവസം ലോകത്തിന്റെ പ്രകാശം ഉയർത്തപ്പെട്ടു. ഈ ദിവസം നീതി സൂര്യൻ തന്റെ രശ്മികളിൽ സൗഖ്യദായകത്വവുമായി വെളിവാക്കപ്പെട്ടു. കാരണം ആ ദിവസം കർത്താവ് വിജയപ്രതാപമായി പിതാവിങ്കിലേക്ക് ആരോഹണം ചെയ്തു. വിജയപ്രതാപം. സ്നേഹമുള്ളവരെയും, ഇവിടെയും ഈ 1167 പറയുന്ന ഒരു കാര്യം, ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയിലെ കാര്യമാണ്. കുർബാനയിൽ പങ്കെടുക്കാനും, എന്താ കുർബാനയിൽ പങ്കെടുക്കുവാൻ നമുക്ക് ലഭിക്കുന്നത്? അങ്ങനെ കർത്താവായ യേശുവിൻ്റെ ഇവിടെ പീഡാസഹന പുനരുത്ഥാന മഹത്വം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈശോയുടെ ജനനം ഇല്ലാതെ എങ്ങനെയാ ഈശോ? അപ്പോൾ അതാണ് മലങ്കര കുർബാനയുടെ മലങ്കര ആരാധനാക്രമത്തിൽ ആദ്യം പാടുന്നൊരു ഗാനം ഇങ്ങനെയാണ്: നാഥാനിൻ ജനനം, സ്നാനം, പീഡാക്രൂശേറ്റം, മൃതിയുത്ഥാനം, സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും അങ്ങനെയാണ് ഓർമ്മിച്ചിടുന്നീ യാഗത്തിൽ. അപ്പൊ എന്തിനാണ് ഈ ആദിപിതാക്കളെ ഓർമ്മിക്കുന്നു എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിന് ഉത്തരം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഞായറാഴ്ച അനുഗ്രഹീതമാണ്. എന്തെന്നാൽ ആദവും സകല വിശ്വാസികളും ഭയം കൂടാതെ പ്രവേശിക്കുന്നതിന് വേണ്ടി അന്ന് പറുദീസായുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. നാഥാനിൻ ജനനം, സ്നാനം, പീഡാക്രൂശേറ്റം, മൃതിയുത്ഥാനം, സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും ഓർമ്മിച്ചിടുന്നീയാഗത്തിൽ. ഇനി ആരാധന സംവത്സരത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 1168 നമ്മൾ ഒരിക്കലത് വായിച്ചത് വീണ്ടും വായിക്കുകയാണ്. പ്രകാശ സ്രോതസ്സിൽ നിന്നെന്ന പോലെ ഉയർപ്പ് ദിനത്രയത്തിൽ തുടങ്ങുന്ന, അതായത് ഉയർപ്പിന്റെ 8 ദിവസങ്ങൾ തുടങ്ങുന്ന പുനരുത്ഥാനത്തിന്റെ പുതുയുഗം തന്റെ പ്രഭ കൊണ്ട് ആരാധനാ വത്സവരത്തെ മുഴുവനും നിറയ്ക്കുന്നു. ക്രമേണ ആരാധനക്രമം ഈ സ്രോതസ്സിന്റെ ഓരോ വശത്തും ആരാധനാ വർഷത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അത് യഥാർത്ഥത്തിൽ കർത്താവിന് സ്വീകാര്യമായ വർഷം ആണ്. രക്ഷാപദ്ധതി സമയത്തിന്റെ ചട്ടക്കൂട്ടിനുള്ളിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ യേശുവിന്റെ പെസഹായിലുള്ള അതിന്റെ പൂർത്തീകരണവും പരിശുദ്ധാത്മാവിന്റെ ചരിത്രത്തിന്റെ സമാപ്തി ഒരു മുന്നാസ്വാദനം പോലെ സംഭവിക്കുന്നു. ദൈവരാജ്യം നമ്മുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്.
സ്നേഹമുള്ള അപ്പോൾ ഇന്ന് നമ്മളിവിടെ നിർത്തുകയാണ്.